റാഗി കൊണ്ട് സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടുവാൻ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ആരോഗ്യപ്രദവുമാണ്. ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും ഉപ്പും 1/2 സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കാം. അതേ കപ്പിന് തന്നെ 1 കപ്പ് റാഗിപ്പൊടി നമുക്കതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഏതു പാത്രത്തിൽ വെള്ളം എടുക്കുന്നതോ അതേ അളവ് തന്നെ പൊടിയും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കണം. ഇനി നമുക്കത് കുഴച്ചെടുക്കണം. ഡ്രൈ ആയി തോന്നുമെങ്കിലും മാവിലേക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കൈ ഇടയ്ക്കൊന്ന് നനച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി. ഈ ഒരു പരുവത്തിൽ വേണം മാവ് കിട്ടാനായിട്ട്. ഇനി നമുക്കത് ഉരുളകളാക്കി എടുക്കാം. റാഗിപ്പൊടി തന്നെ തൂക്കി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. കൂടുതൽ ബലം പ്രയോഗിച്ച് പരത്തേണ്ട ആവശ്യമില്ലേ. സ്മൂത്തായിട്ട് തന്നെ അത് പരത്തിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ നല്ല കട്ടി കുറഞ്ഞ് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. നമുക്ക് ചൂടായ തവയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായി കുമിളച്ചത് കിട്ടുന്നതായിരിക്കും. നമുക്ക് 2 സൈഡിലും നെയ്യ് പുരട്ടി ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറേ സമയം വച്ചിരുന്നാലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുമേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.